Hi everyone, I'm Presti. Hope you guys are doing well. എനിക്കപ്പോൾ 8 days ലീവ് കിട്ടി. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി. നെക്സ്റ്റ് ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാൽ ട്രിപ്പ് 2 days ട്രിപ്പാണ്. അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ 4 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വഴിയാണിത് ഇത്ര ഡാർക്കായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കസിൻ സിസ്റ്റർ, അച്ഛനും അമ്മയും പിന്നെ അമ്മാമ്മയും. പിന്നെ വണ്ടിയിൽ കയറിയത് V90യും പിന്നെ ആൻറ്റിയുടെ കിഡ്സും ആയിരുന്നു, അമ്മൂസും അച്ചുസും. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളവരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ ഡാൻസ് കളിച്ചൊക്കെ ഞങ്ങൾ ക്ഷീണിച്ച് ഞങ്ങൾ കൊടൈക്കനാലിൻ്റെ ചുരം കയറൽ സ്റ്റാർട്ടായി. അത് സ്റ്റാർട്ടാകാൻ തുടങ്ങിയപ്പോൾ തന്നെ വാൾ വയ്ക്കുന്ന ടീംസ് എല്ലാവരും പോയി ഓരോന്നോരോന്നായി വാൾ വെച്ച് തുടങ്ങി. ഭയങ്കര ടയേർഡായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല ഫസ്റ്റ് ഡേ. ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു, ഭയങ്കര ട്രാഫിക്കായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ സിൽവർ കാസ്കേഡ് ഫാൾസ് ആയിരുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു വാട്ടർഫാളും പിന്നെ കുറേ മങ്കീസും പിന്നെ സ്ട്രീറ്റ് ഫുഡ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ കുറേ ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല, കാരണം ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളെ റിസോർട്ടിലേക്ക് പോയി. കുറേ കൂലിപ്പണിക്കാർ ഇങ്ങനെ കയറി പോയി. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. കിടിലൻ സ്റ്റേ ആയിരുന്നു, വളരെ അടിപൊളിയായിരുന്നു, ഭയങ്കര കംഫി ആയിരുന്നു. അതിൻ്റെ ഹോം ടൂർ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഞാൻ, പക്ഷെ നടന്നില്ല, തീരെ ടൈം കിട്ടിയില്ല. ഞാൻ ചവിട്ടിയത് കുതിര ഷിറ്റിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയത് അപ്പോൾ ഞങ്ങൾ എത്തിയത് കൊടൈക്കനാൽ ലേക്കിലാണ്. അവിടെ നല്ലോണം നടക്കാനുണ്ട്, സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്പോട്ടാണ്. കുറേയൊക്കെ ചീപ്പായിട്ട് കിട്ടും നമുക്ക് സംഭവങ്ങളെല്ലാതും, കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്യണം. അപ്പോൾ അന്നത്തെ ഡേ ഫുൾ അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞലും വായ നോക്കി നടക്കലും. പിന്നെ നൈറ്റ് ആവുന്തോറും അവിടുത്തെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞ് വരായിരുന്നു. അപ്പോൾ തണുപ്പ് നല്ല രീതിയിലുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഓൾറെഡി കോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ നല്ല സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഒരു കാര്യം എന്താ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, ഇവിടുത്തെ സാധനങ്ങളെല്ലാതും ഫുള്ള് നല്ല പണ്ടത്തെ തിങ്സുകളാണ്. 90s ക്യാൻഡീസും പിന്നെ പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന കുറേ പ്രോഡക്ട്സുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഒരു ഡ്രീം ക്യാച്ചറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നൈറ്റ് ആയപ്പോൾ ആ ഫുള്ള് ലേക്ക് നടുവിൽ എന്നെ ഒരാൾ നിന്ന് ഡാൻസ് കളിക്കലും പാട്ടും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, പക്ഷേ വീഡിയോ അത്ര ക്വാളിറ്റി എനിക്ക് കിട്ടിയില്ല. പോണ വഴിയിലൊരു അപ്പൂപ്പനിരുന്ന് പൂവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാട്ടുപന്നീനെ കണ്ടു. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ദോശയും ചിക്കനും ഒക്കെ കഴിച്ചു. ഇനി ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളാണ്. നെക്സ്റ്റ് ഡേ റൂമിൽ നിന്ന് വെക്കേറ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ കോക്കേഴ്സ് വാക്കിൽ പോയി. അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും വെറുതെ മൗണ്ടൻസും കുറേ ഫോഗ് പോലെ കൊട, അതാണ് സംഭവം. അങ്ങനെ പിന്നെ വന്നത് പില്ലർ റോക്സ് എന്ന് പറഞ്ഞ സ്ഥലം. ആ സ്പോട്ടും ഭയങ്കര റഷായിരുന്നു. സാറ്റർഡേ സൺഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര ക്രൗഡായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. 2 വലിയ മലകളും സെയിം കോട. ഇനിയാണ് നമ്മുടെ മെയിൻ സ്ഥലത്തിയത് ഗുണ കേവ്. മൂവി കണ്ട പോലത്തെ അത്രയ്ക്ക് ഭയങ്കര ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി ബിക്കോസ് ഓഫ് ദ ക്രൗഡ്. ഈ ഒരു സംഭവമായിരുന്നു ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ. ഈ റൂട്ട്സുകൾ എല്ലാതും പമ്മി എല്ലാവരും മേലെ കയറിയിട്ട് കിടന്ന് ഓടും. അതാണ് ഒച്ച വയ്ക്കലാണ് ഇതിൻ്റെ മെയിൻ സ്പോട്ടും മെയിൻ സംഭവങ്ങളും. പക്ഷേ കുറേ റിസ്കി ആയ സാധനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വലിയ ഡീപ്പ് ഹോളൊക്കെ സിനിമയിൽ മഞ്ഞുമൽ ബോയ്സിൽ കണ്ട പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് വിട്ടു. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഈ വീഡിയോ എടുക്കണതിലൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാം പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ടായി.
പിന്നെ ഞങ്ങളുടെ പ്രോ ആക്ടിങ്ങിലോട്ട് തുടങ്ങി. ഭയങ്കര കോമഡി ആയിരുന്നു. ഭയങ്കര കോമഡി സീനുകളൊക്കെയാണ് ഞങ്ങൾ എടുക്കേണ്ടായിരുന്നത്. ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലുള്ള വിഷ്വൽസാണ് ഞങ്ങൾ എടുക്കാൻ ട്രൈ ചെയ്തത്. പക്ഷേ ഫ്ലോപ്പായിപ്പോയി. ലുണ കേവിൽ നിന്ന് നേരെ ഞങ്ങൾ വണ്ടിയിൽ കയറി വേറൊരു വില്ലേജ്, ഒരു ഔട്ട്സ്കേർട്ട് പിടിക്കാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ അവിടെ പോണ വഴിയിൽ തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻ്റ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി ഷോപ്പിൽ കയറി നൂഡിൽസ് മാഗി കഴിച്ചു. അപ്പോൾ അവിടെ നല്ല അടിപൊളി വ്യൂവും കുറേ കൊക്കൈനൊക്കെ കണ്ടു. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഫുള്ള് കോടയൊക്കെ നിറഞ്ഞ് അടിപൊളിയായിരുന്നു. അങ്ങനെ വയറ് ഫുള്ളാക്കി ഞങ്ങളൊരു കുഞ്ഞ് വർക്കൗട്ടും ചെയ്തതിന് ശേഷം ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പൂമ്പാറ എന്ന് പറഞ്ഞ വില്ലേജാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. അത് നല്ല വ്യൂ ആണ്. മേലെ നിന്ന് തന്നെ ഇതിങ്ങനെ ചുരം ഇറങ്ങി ആണ് ഒരു മിഡിലിൽ ഒരു വലിയതല്ല, നോർമൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു മുരുകൻ്റെ. നല്ല രസമുണ്ടായിരുന്നു. ആ വില്ലേജേ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. മെയിൻ ഇവരുടെ കൾട്ടിവേഷൻ വെളുത്തുള്ളിയായിരുന്നു. ഇനി വീണ്ടും ഞങ്ങളുടെ കലാവിരുന്നുകളാണ്. അങ്ങനെ ഞങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ നിന്ന് എൻ്റെ ആവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ ബസ്സിൽ കയറി ഒന്ന് വാമപ്പ് ചെയ്തതാണേ. തലയിൽ ഒരു കൊട്ട് കിട്ടിയതോടെ അവൾ കിടന്നുറങ്ങി. പിന്നെ നോക്കിയപ്പോൾ ഞങ്ങൾ മാത്രം ഓണും ബാക്കി എല്ലാവരും ഡെഡായ പോലെ ഉറക്കായിരുന്നു ഫുള്ള്. ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് അങ്ങനെ അമ്മയും കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അമ്മ ഉറങ്ങി, അച്ഛൻ ഉറങ്ങി, അമ്മ ഉറങ്ങി, എല്ലാവരും സ്ലീപ്പ് മോഡായി. അങ്ങനെ ബസ്സിലെല്ലാവരും നല്ല ഡീപ്പ് സ്ലീപ്പായി, ഞാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. താങ്ക് യു.